ശബരിമലയിലേക്ക് ആർക്കും ചില വിശ്വാസികളായ ഇപ്പം ഹൈന്ദവ മതവിശ്വാസികൾ മാത്രമല്ല ശബരിമലയിൽ പോകുന്നു. അവിടെ ചില ആചാരങ്ങളുണ്ട്. ആ ആചാരങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ആർക്കും ചെല്ലാം എന്നുള്ള കാര്യവും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ എത്ര തവണ ശബരിമലയിൽ പോകാം എന്നുള്ള കാര്യവും കൂടി അതിലൊക്കെ എന്തെങ്കിലും നിയന്ത്രണമുണ്ടോ? പ്രത്യേകിച്ച് ഇതൊരു നമ്മൾ ആദ്യമേ സൂചിപ്പിച്ചത് വനത്തിനുള്ളിലുള്ള ഒരു ക്ഷേത്രമാണ്. അവിടെ പരിസ്ഥിതി സംരക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അങ്ങേയറ്റം പ്രാധാന്യം അർഹിക്കുന്നതുമാണ്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് പല സന്നദ്ധ സംഘടനകളുടെയൊക്കെ ഭാഗത്തു നിന്ന് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ അവിടെ നിക്ഷേപിക്കാതിരിക്കുന്നതിന് വേണ്ടിയൊക്കെയുള്ള വലിയ ശ്രദ്ധ എല്ലാവരുടെയും ഭാഗത്തു നിന്നൊക്കെ വരുന്നുണ്ട്. എന്നിരുന്നാൽ കൂടിയും ആളുകൾ കൂടുതൽ ചെല്ലുമ്പോൾ വളരെ സ്വാഭാവികമായും മറ്റ് പല സൗകര്യങ്ങളും വേണം. അതുമായി ബന്ധപ്പെട്ട് കാടിൻ്റെ ഒരു ആവാസ വ്യവസ്ഥയ്ക്കൊക്കെ പല പ്രശ്നങ്ങളും നേരിടേണ്ടി വരും. അങ്ങനെയുള്ളപ്പോൾ എത്ര ആളുകളെ ഉൾക്കൊള്ളിക്കാം, അല്ലെങ്കിൽ ഈ എത്ര പേർക്ക് അവിടേക്ക് ഈ മണ്ഡലകാലത്തൊക്കെ ചെല്ലാം, എല്ലാ മണ്ഡലകാലത്തും എല്ലാവർക്കും ദർശനം നടത്താൻ പറ്റുമോ തുടങ്ങിയ പല കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ ഒരു പക്ഷേ ഈ ആചാരവുമായി ബന്ധപ്പെട്ടൊക്കെ അങ്ങനത്തെ എന്തെങ്കിലും നിയന്ത്രണം കൊണ്ടുവരുന്നതിൽ ഒരുപക്ഷെ ചിലപ്പോൾ ചില വിലക്കുകൾ കണ്ടേക്കാം. അല്ലെങ്കിൽ ഇതിനു മുമ്പ് നമുക്കറിയാം ശബരിമല മണ്ഡലകാലത്ത് മാത്രമായിരുന്നു ദർശനം നടത്താൻ സാധിക്കുക. പിന്നീടാണ് അത് മലയാള മാസം 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെ ദർശനം നടത്താം എന്നുള്ള തീരുമാനത്തിലേക്ക് വന്നു. അതുപോലെ തന്നെ വിഷുവിൻ്റെ സമയത്തും തുറക്കും. അങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസവും ഒരു തീരുമാനം എടുക്കുകയുണ്ടായി. കാരണം ദർശനത്തിന്റെ സമയം 4 മണിക്കായിരുന്നു. ഉച്ചപൂജ കഴിഞ്ഞതിന് ശേഷം 4 മണിക്കായിരുന്നു നട തുറന്നിരുന്നത്. അത് 1 മണിക്കൂർ കൂടി 3 മണി എന്നാക്കി. 1 മണിക്കൂർ കൂടി ദർശനത്തിന് അധിക സമയം കൊടുത്തു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തന്നെ ഇനിയും എനിക്ക് തോന്നുന്നു നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു വളരെ ചെറിയൊരു ഷോർട്ട് പീരീഡിലേക്ക് ആളുകൾ ഇത്രയും വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം. ഇതിനു മുമ്പ് ശബരിമലയിൽ ഒരു അപകടമൊക്കെ നടന്നു. പുല്ലുമേട് ദുരന്തത്തെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. വളരെ ഞെട്ടലോടുകൂടിയാണ് അതൊക്കെ ഇപ്പോഴും നമ്മൾ ഓർക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്ര ആളുകൾക്ക് വരാം. ഈ പോലീസിൻ്റെ ഈ വെർച്വൽ ക്യൂ പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ നേരത്തെ ആരൊക്കെയാണ് അവിടെ വരുന്നത്, എത്ര ആളുകൾ വരും തുടങ്ങിയ കാര്യങ്ങളൊന്നും മുൻകൂട്ടി പോലീസുകാർക്ക് അറിയാം. അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ചെയ്യാമെന്നുള്ളതൊക്കെ ഒരു പരിധിവരെ സത്യമാണ്. എങ്കിൽ കൂടിയും അതുപോലെയുള്ള മറ്റെന്തെങ്കിലും ഒരു സംവിധാനം ഈ മണ്ഡലകാലത്തേക്കെങ്കിലും ഏർപ്പെടുത്തേണ്ടതുണ്ടോ എന്നുള്ള കാര്യവും ഒരു പക്ഷേ പരിശോധിക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ് പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്ന അഭിപ്രായം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.